ഹലോ ഗായ്സ്, ഇന്നങ്ങനെ ഒരു നല്ല ക്ലൈമറ്റുള്ള ഡേ ആണ്. സോ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്ത് പോയിട്ട് വരാമെന്ന്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സ് അവിടെ മതിലിരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ട്യൂബ് എടുത്ത് സെൻട്രൽ ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ട്രിപ്പിന് അങ്ങനെ വലിയ പ്ലാനുകളൊന്നുമില്ല. ജസ്റ്റ് ലണ്ടനിൽ കൂടെ ഒന്ന് റോം ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കാദ്യം റീജൻസ് പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. സ്റ്റേഷനിൽ നിന്നൊരു 15 മിനിറ്റ്സ് നടക്കാനുണ്ട് റീജൻസ് പാർക്കിലേക്ക്. സോ പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള KFCയിലേക്ക് കയറി. റീജൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ലാൻഡ്സ്കേപ്പിംഗ് നടത്തിയിട്ടുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പാർക്കാണത്. ഇവിടെ വലിയൊരു വാട്ടർ ബോഡി ഉണ്ട്. അവിടെ ബോട്ടിങ് അവൈലബിൾ ആണ്. സോ ബോട്ടിങ് ചെയ്യേണ്ടവർക്ക് പെഡൽ ബോട്ടാണ്, പെഡൽ ബോട്ടിൽ ബോട്ടിങ് ചെയ്യാം. ഇവിടെ തുലിപ് ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ തുലിപ് ഗാർഡൻ കാണാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡഡ് ആണ് ഈ പാർക്ക്. കുറേ ആളുകൾ ഇവിടെ പിക്നിക്കിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് നോക്കി നടക്കുകയാണ്. അറ്റ്ലാസ്റ്റ് ഞങ്ങൾക്കൊരു ഏരിയ കിട്ടി. അവിടെ നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചും സംസാരിച്ചും ടൈം സ്പെൻഡ് ചെയ്തു. റീജൻസ് പാർക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വലിയ പാർക്കാണ്. എത്ര ക്രൗഡ് വന്നാലും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പാർക്കാണിത്. എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ല ഫ്രെയിംസ് ആണ് കിട്ടുക. അങ്ങനെ നടന്ന് പാർക്കിൻ്റെ നെക്സ്റ്റ് സൈഡ് എത്തി. സോ ഞങ്ങൾ റോഡിലേക്ക് കയറി.
ഈ വഴി നേരെ പോകുന്നത് ക്യാംപ്ടൺ ടൗണിലേക്കാണ്. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫെൻസാണ്. ഈ ഫെൻസിൽ വേൾഡിൽ പല കോണിലുള്ള ആളുകളും ഇവിടെ വരുമ്പോൾ അവർ ഒരു ലോക്ക് വാങ്ങിച്ച് അവർക്ക് വേണ്ട ഒരു മെസ്സേജ് എഴുതി അത് ലോക്ക് ചെയ്ത് ആ കീ അവർ ആ റിവറിലേക്ക് എറിയും. ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് ക്യാംപ്ടൺ മാർക്കറ്റിലേക്ക് കയറി. ഈ മാർക്കറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ മോസ്റ്റ് ഓഫ് എവറി പ്രൊഡക്റ്റ് ദാറ്റ് വിൽ ബി ഹാൻഡ് മെയ്ഡ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഈ മിനിയേച്ചർ കീ ചെയിൻസ് കാണാൻ നല്ല ക്യൂട്ടാണല്ലേ. നല്ല വെറൈറ്റി സൺഗ്ലാസസും ഉണ്ടായിരുന്നു. സോ ഞങ്ങളത് ട്രൈ ആക്കി. ഇനി നമ്മൾ ലണ്ടനിലെ ക്യാംപ്ടൺ മാർക്കറ്റിലെ ഫേമസ് ആയിട്ടുള്ള സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. Thank you. സൂപ്പറാണ്. സ്ട്രോബെറിയുടെ പുളിയും ചോക്ലേറ്റിൻ്റെ മധുരമുണ്ട്. അത് മിൽക്കും വൈസും കൂടെ ആകുമ്പോൾ അടിപൊളി. സൂപ്പറാണ്. ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റ് സ്വന്തം കൈ കൊണ്ട് ഡ്രോ ചെയ്യുന്നതാണ്. നമ്മൾ ഏത് ഫോട്ടോ കൊടുത്താലും അത് അവർ ഡ്രോ ചെയ്ത് തരും. അവരുടെ ആർട്ട് വർക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ അതുവഴി വന്നപ്പോൾ ഇവിടെ ഒരു വലിയ ക്രൗഡ് കണ്ടു. സോ അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഒരു വലിയൊരു ക്യൂ തന്നെ കണ്ടത്. ആ ക്യൂ ഫങ്കി ചിപ്സിലേക്കായിരുന്നു. ഫങ്കി ചിപ്സ് എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ചിപ്പ് ഷോപ്പാണ്. വേറൊരു ഷോപ്പിനും കാണാത്തൊരു ക്യൂ ആണ് ഞങ്ങളവിടെ കണ്ടത്. സോ നമ്മളും അത് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. Try, guys. Sorry, can I get the takeaway? Fresh chips. Fresh chips. Fun. Come on, try, guys. Come on, try. They're the best chips in England. Yes, yes. Spicy spice. ഇവർ പറയുന്നത് ഇംഗ്ലണ്ടിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്സ് ഇവരുടെ ആണെന്നാണ്. എന്തായാലും നമുക്ക് ട്രൈ ആക്കി നോക്കാം. നമ്മൾ ഓർഡർ ആക്കിയത് സ്പൈസി ചീസി ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ്.
സാധാരണ കഴിക്കണമല്ലോ മിക്സ് ചെയ്ത് നല്ലൊരു പ്രത്യേക വേറൊരു ടേസ്റ്റ് നല്ല സ്പൈസി ഫുൾ ചീസാണ്. ചീസിന്റെ ഒപ്പം മസാല സ്പൈസി, നല്ല സ്പൈസിയാണ്. അതിലൊക്കെ ഹാലപ്പിനോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വെറൈറ്റി ഷോപ്പിൽ കയറി. ഫുള്ളി നിയോൺ ആയിട്ടുള്ള നിയോൺ ലൈറ്റ്, നിയോൺ പെയിന്റിങ്, എല്ലാം നിയോൺ. അടിപൊളിയായിരുന്നു ഓരോ ഐറ്റംസും. ഞങ്ങൾ അവിടെ ഇരുന്നതൊക്കെ ഓരോന്നൊക്കെ ട്രൈ ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Catch you next time. Bye.